എന്താണ് ഇഖ്ലാസ്? ഒരാൾ പുകഴ്ത്തിയാലും പൊങ്ങാതിരിക്കുകയും ഒരാൾ ഇകഴ്ത്തിയാൽ തളരാതിരിക്കുകയും ചെയ്യുന്നത് ഇഖ്ലാസിൻ്റെ അടയാളമാണത്രേ. അത് ഇഖ്ലാസിൻ്റെ അടയാളമാണ്. ദീനിൻ്റെ ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റിളയല്ലാതെ മറ്റൊന്നും ലക്ഷ്യമാക്കാതെ ഇറങ്ങുന്നിടത്താണ് ഇഖ്ലാസ് ഉണ്ടാകുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് ഇമാമുൽ അംബിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങളുടെ വല്ലിപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു മാതൃകയാക്കി വെച്ചിട്ടുള്ള പ്രവാചകരിൽ ശ്രേഷ്ഠനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു സമൂഹം ചെയ്യുന്ന ദഅവത്ത്, ഒരു സമൂഹം ചെയ്യുന്ന സേവനം സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ഈ വാക്കിനർത്ഥം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇന്ന് ഇതുപോലെയുള്ള മാതൃകകളാണ് നമുക്കില്ലാതെയാകുന്നത്. ദീനിൻ്റെ മാതൃകകൾ, ഉദാത്തമായ മാതൃകകൾ കണ്ടുപഠിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട്. എന്നാലും നമ്മുടെ മുൻകാലങ്ങളെപ്പോലെ ഇല്ലല്ലോ, വളരെ കുറവാണ്. നമുക്ക് കണ്ടുപഠിക്കാൻ കഴിയുന്ന ഖുദവത്തുകൾ ഉണ്ടാവട്ടെ. സമൂഹത്തിന് എപ്പോഴാണ് മോചനമുണ്ടാകുന്നത്? അപ്പോഴാണ് സമൂഹത്തിന് നന്മയെ നന്മയായി കാണാൻ കഴിയുന്നത്. മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനെ ഞാനിവിടെ ഓർക്കുകയാണ്. ആ മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗപ്പൂങ്കാവനമാക്കി അവർക്ക് അല്ലാഹു സ്വർഗീയ ലോകത്തെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ. മഹാനവറുകളുടെ മൗനം, മഹാനവറുടെ ദുആ, മഹാന്റെ സാന്നിധ്യം, അതൊരു ദഅവത്തായിരുന്നു, അതൊരു പ്രബോധനമായിരുന്നു. എത്രയായിരക്കണക്കിന് ആളുകളെയാണ് ദീനിൻ്റെ വഴിയിലേക്ക് മഹാന് ക്ഷണിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവിടെ മുസ്ലിം പൊതുസമൂഹത്തിലെ നാനാതരത്തിലുള്ള സംഘടനക്കാർ ഉസ്താദിൻ്റെ സദസ്സിൽ വന്നിരിക്കാറുണ്ടെന്നതാണ് അത്ഭുതം. സുന്നികളല്ലാത്തവരും ഉസ്താദിൻ്റെ സദസ്സിൽ വന്നിരിക്കും. അവരെയൊന്നും ഉൾക്കൊള്ളാൻ മഹാനവറുകൾക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല. ഒരാളെയും ഒരു വ്യക്തിയെയും ഒരാദർശത്തെയും കുറ്റം പറയുന്നത് ഉസ്താദിന് ഇഷ്ടവുമല്ല, അത് ചെയ്യാറുമില്ല. പക്ഷേ ആ വിശാലമായ മനസ്സ്, എല്ലാവർക്കും ഹബീബിൻ്റെ ദഅവത്ത് എത്തണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഹബീബിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം, ഹബീബിൻ്റെ സുന്നത്ത് ജീവിച്ചിരിക്കണം. ഇഹ്യാഉസ് സുന്നഹ്, മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന മഹാന്റെ ജീവിതത്തിൻ്റെ ദർശനം. അല്ലാഹുവേ, ആ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാനായ എത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആ ഒരു പരിശുദ്ധമായ ഖാദിരി ഷാദുലി ത്വരീഖത്തിൻ്റെ സിൽസിലയിൽ ഇന്ന് ആധികാരികമായി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മഹാനവറുകളുടെ ഖലീഫയായി മഹാൻ തെരഞ്ഞെടുത്ത രണ്ട് മഹത്തുക്കളിൽ ഒന്ന് പൂക്കോയച്ചങ്ങൾ, അല്ലൈനിലുള്ള പൂക്കോയച്ചങ്ങൾ, മറ്റൊന്ന് നമ്മുടെ പ്രിയങ്കരായ ബഹാവുദ്ദീൻ ഉസ്താദാണ്. അവസാന കാലങ്ങളിലൊക്കെ ഉസ്താദെ എനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അരികത്തേക്ക് വന്ന ആളുകൾ പറയുമ്പോൾ ബഹാവുദ്ദീൻ മൗലവിയെടുത്ത് പോയിക്കോളി എന്നാണ് ഉസ്താദ് പറയാറുണ്ടായിരുന്നത്. ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടത് ഉസ്താദ് പറയുന്നത്, ബഹാവുദ്ദീൻ മൗലവിയെടുത്ത് പോയിക്കോളൂ. അങ്ങനെ ഒരു സാന്നിധ്യവും ഒരു ആത്മീയ നേതൃത്വവും നമുക്ക് ലഭിച്ചത് വലിയൊരു സൗഭാഗ്യമല്ലേ. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദാണെങ്കിലോ അങ്ങനെ ഒരു ആത്മീയ പട്ടം കെട്ടി നടക്കണമെന്നോ ആളുകൾ തന്നെ അങ്ങനെ സ്വീകരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മഹാനാണ്. അത്രയും സാത്വികനായൊരു മഹാനായ പണ്ഡിതനാണ് മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ്. ഞങ്ങളൊക്കെ 12 കൊല്ലം നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ചവരാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ ആ മനസ്സിൻ്റെ ശുദ്ധിയും ഉസ്താദിൻ്റെ ചിന്തകളുടെ മൂർച്ചയും എത്രയാണെന്ന് അറിയാവുന്നവരാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ശാരീരികമായ ചെറിയ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു ചാല മഹാനവറുകൾക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. ആ ഒരു ആത്മീയ യാത്ര, അതുപോലെയുള്ള ആത്മീയ മഹത്തുക്കളായ നേതാക്കന്മാർ ഈ ഉമ്മത്തിന് ധാരാളം വേണം. മാതൃകയാകുന്നവർ, അവരുടെ ജീവിതം മാതൃകയാണ്, അവരുടെ ഇടപെടലുകൾ മാതൃകയാണ്, അവരുടെ ചിന്തകൾ മാതൃകയാണ്. ഉമ്മത്തിന് നഷ്ടമായത് എന്ത് എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് അൽ ഖുദ്വത്തുൽ ഹസന. നല്ല മാതൃകകൾ നമുക്കിന്ന് കുറവാണ്. ഖുദ്വത്ത് വേണം, മാതൃക വേണം. മഹാനായ അല്ലാമ മസ്റൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തൻ്റെ ഗുരുനാഥനായ സ്വഹാബി
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവർ സ്വഹാബികളിലെ ആലിമാണ്, നമുക്കൊക്കെ അറിയാം. ആലിമും മിൻ ഉലമാഇ സ്വഹാബ. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെപ്പോലെ, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബൽ എന്നവരെ പോലെ ആലിമായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരുടെ ശിഷ്യഗണങ്ങളിൽ ഒരുപാട് പേർ പ്രഗത്ഭരുണ്ട്. റബീഉ ഇബ്നു ഹുസൈം തങ്ങളടക്കം അല്ലാമ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവരുടെ മസ്റൂഖ് എന്ന വാക്കിനർത്ഥം കട്ടെടുക്കപ്പെട്ട് കൊണ്ടുപോയവർ എന്നാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ കൊള്ളസംഘം മഹാനെ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാണ്. പിന്നീട് വാപ്പാൻ്റെ അടുത്ത് തിരിച്ചെത്തിയതാണ്. അങ്ങനെ പിന്നെ ആളുകൾ വിളിച്ചത് മസ്റൂഖ് എന്നാണ്. മസ്റൂഖ്, സഈദ് ഇബ്നു മസ്റൂഖ് എന്ന് പറയുന്ന വേറൊരു മഹാനായ പണ്ഡിതനുണ്ട്, താബിഈ തന്നെ. പക്ഷെ മിൻ സിഗാരി താബിഈൻ, പക്ഷെ കിബാരി താബിഈങ്ങൾ അറിയപ്പെടുന്ന മഹാനാണ് മസ്റൂഖ് എന്നത് പൊതുവേ നമ്മൾ കിതാബുകളൊക്കെ കാണുന്ന മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്ക് വലിയ ഇഷ്ടമായിരുന്നു മസ്റൂഖ് എന്നവരെ. ആയിഷ ബീവിയിൽ നിന്ന് ഒരുപാട് ഇൽമു പഠിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയോടുള്ള ഇഷ്ടം കൊണ്ട് മസ്റൂഖ് എന്നവർ സ്വന്തത്തിന് പേരിട്ടത് അബൂ ആയിഷ എന്നാണ്, ആയിഷന്റെ ഉപ്പ എന്നാണ്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ആയിഷയെ അവർ സങ്കല്പിച്ചു. ആയിഷ എന്ന് പറഞ്ഞ മോളൊന്നും മഹാനില്ല, പക്ഷെ അബൂ ആയിഷ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകൾ ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ്, സ്വഹാബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന കഥ പറയുന്നുണ്ട്. പറഞ്ഞു, ഉംബിഅതു അന്നക തൻഹാ അനിൽ വാസില. ഇബ്നു മസ്ഊദ് എന്നവരെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാസിലത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്, പാടില്ലെന്ന് പറയുന്നു. അൽ വാസിലത്തു വൽ മുസ്തൗസില. വാസില എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഫേക്കായിട്ട് മുടി പിടിപ്പിക്കുന്ന പരിപാടിയാണ്. ചെറിയ മുടിയുള്ളവർ ഫേക്കായിട്ടുള്ള മുടി കൊണ്ടുവന്ന് ക്ലിപ്പിട്ടിട്ട് വലിയ മുടിയുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി മുടിയുടെ മേൽ മുടി ചേർത്ത് വെക്കുന്നതിനാണ് വാസുലത്ത് എന്ന്, ആ പെണ്ണുങ്ങൾക്കാണ് വാസുല എന്ന് പറയാം. അത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും പുണ്യനബി തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിലുള്ളത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവർ പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളത് നിരോധിക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുവെന്ന് അറിഞ്ഞല്ലോ ഇബ്നു മസ്ഊദേ, ശരിയാണോ? മുടി വെച്ച് പിടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഖാല നഅം, അതെ അതെ അതെ. അവജത്തഹു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അം സമിഅ്തഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടതാണോ? ഇപ്പൊ പറഞ്ഞു, വജത്തുഹു ഫീ കിതാബില്ലാഹ് വസമിഅ്തുഹു മിൻ റസൂലില്ലാഹ്. അങ്ങനെ മുടി വെച്ച് പിടിപ്പിക്കരുത് എന്ന് അള്ളാഹിന്റെ കിതാബിലുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇപ്പൊ പെണ്ണ് പറഞ്ഞു, തലൗത്ത് കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് മുഴുവനും ഞാൻ ഓതി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിടത്തും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മുടി വെച്ച് പിടിപ്പിക്കരുതെന്ന് അള്ളാഹ് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഖുർആനിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഉമ്മ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അതജിദീന ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഈ ആയത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു സൂറത്തുൽ ഹശ്റിൽ. കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, എന്റെ റസൂല് നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണേ. വമാ നഹാകും അൻഹു, പുണ്യനബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫൻതഹൂ, നിങ്ങൾ ചെയ്യരുതേ. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇത് കണ്ടിട്ടില്ലേ? എല്ലാ ഹദീസുകളും അംഗീകരിക്കണമെന്നതിന് ഖുർആനിലുള്ള തെളിവാണത്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അന്നഹു നഹാ അനിൻ നാമിസതി വൽ വാശിറതി വൽ വാസിലതി വൽ വാഷിമതി ഇല്ലാ മിൻ ദാ. പുണ്യ നബി തങ്ങൾ മുടി വെച്ച് പിടിപ്പിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. വൽ വാശിറ, വഷിർ എന്ന് പറഞ്ഞാൽ പല്ലുകളെ രാഗി മനോഹരപ്പെടുത്തുക എന്നതാണ്. പല്ലുകളെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പല്ലുകളെ രാഗിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും പല്ലുകളെ
രാഗി ശരിയാക്കുന്നതിനാണത് പറയാ. വൽവാസ്വില നാമിസ എന്ന് പറഞ്ഞാൽ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത്, പുരികം പ്ലക്ക് ചെയ്യുന്നത്. വൽവാസ്വില വൽവാഷിമ, വാഷിമത്ത് എന്ന് പറയുന്ന കാക്കപ്പുള്ളി പോലെ കറുത്ത പുള്ളിട്ട് കൊടുക്കുമല്ലോ പെണ്ണുങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വഷമിന് ചാച്ചു കുത്തുക എന്നതിനും വഷം എന്ന് പറയും. ചാച്ചു പച്ച കുത്തുക എന്ന് പറയില്ലേ. ഇതെല്ലാം നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇല്ലാമിൻ ദാഇൻ, അസുഖമുള്ളവർക്കൊഴികെ. ഒരു അസുഖമായിട്ട് പല്ല് വളരെ മോശമായി വികൃതമായിരിക്കുകയാണ്, പുരികം വികൃതമായിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും വൈകൃതങ്ങളെ ശരിപ്പെടുത്തുക എന്നതിനപ്പുറം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഇത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു മസ്ഊദേ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവർ ഖുദുവത്താണ്, മാതൃകയാണ്. മഹാൻ പറഞ്ഞു, ഉദ്ഖുലി, എൻ്റെ ഭാര്യമാർ അവരത് ചെയ്യുന്നുണ്ടെന്നോ എൻ്റെ വീട്ടിലേക്ക് കയറിക്കോളൂ, എന്നിട്ട് പോയി നോക്കി ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറ. അങ്ങനെ ആ ഉമ്മ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും നോക്കി, അവരെ മുടിയൊക്കെ ഒന്ന് പൊക്കി നോക്കി, അവരുടെ പുരികൊന്ന് ചെക്ക് ചെയ്തു, പല്ലുകളൊക്കെ ഒന്ന് നോക്കി. ഒരു കുഴപ്പമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായതിൻ്റെ പേരിലാണ് ഇതിനെയൊക്കെ ശരീഅത്ത് നഹി ചെയ്യാൻ കാരണം, പാടില്ലെന്ന് പറയാൻ കാരണം. ആ ഉമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാണ്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടില്ല, ഈ പറഞ്ഞതൊന്നും അങ്ങയുടെ വീട്ടുകാരിലില്ല എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ബഅദമാ സമിഅ്തുഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ വായിൽ നിന്ന് എൻ്റെ ചെവികളത് കേട്ടതിന് ശേഷം എൻ്റെ വീട്ടുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മാതൃകകളായിരുന്നു പരിശുദ്ധരായ സ്വഹാബിമാർ. ആ മാതൃകയിൽ എന്തെങ്കിലും ഒരു ഖദശ്, എന്തെങ്കിലും ഒരു സ്ക്രാച്ച് അതിൽ വരുന്നത് പോലും അവരിഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതലമുറക്ക് മാതൃകകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും കൺകുളിർമയെ തരണേ റബ്ബേ, ഞങ്ങളെ നീ മാതൃകകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാതൃകയാക്കി തരണേ പടച്ചവനെ. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ, ലൈത്ത് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി തആല ഇമാം ഷാഫിഈ തങ്ങളുടെ ശൈഖാണ്, ഈജിപ്തുകാരനാണ്. ലൈത്ത് ഇബ്നു സഅദുൽ ഖൽഖശന്ദി എന്നാണ് മഹാൻ അറിയപ്പെടുക. ഇമാം ഷാഫിഈ തങ്ങൾ പറയാറുണ്ട്, ഇന്ന ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് ഇബ്നു സഅദ് എന്നവർ അഫ്ഖഹു മിൻ ഇമാം മാലിക്, ഇമാം മാലിക് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിന്റെ ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് എന്നവർ, മാലിക്കി ഇമാമിനെക്കാളും ഇൽമുണ്ടായിരുന്ന മഹാനാണ് ലൈത്ത് ഇബ്നു സഅദ് എന്നവർ. പക്ഷേ ഇമാം മാലിക് എന്നവരുടെ അസ്ഹാബ് മാലിക് ഇമാമിന്റെ മദ്ഹബും അവരുടെ ആറാഉകളും രേഖപ്പെടുത്തിയ പോലെ ലൈത്ത് ഇബ്നു സഅദ് എന്നവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്താതെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഇമാം മാലിക് തങ്ങളെക്കാളും വലിയ പണ്ഡിതൻ ഇമാം ലൈത്ത് ഇബ്നു സഅദ് ആകുമായിരുന്നു. അത്ര വലിയ പണ്ഡിതനായിരുന്നു ലൈത്ത് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി. മിസ്രിയാണ്. ഈജിപ്ത് ലോകത്തിന് ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ഔലിയാക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ ഹജ്ജിന്റെ സമയത്ത് മദീനയിൽ പോയ കഥ പറയുന്നുണ്ട്. ഞാൻ മദീനയിലാണ്, ഒരുപാട് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തിയിട്ടുണ്ട്. അന്ന് മദീന കസീറത്തു സർജീൻ, മദീനയിൽ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളുമൊക്കെ വന്നതിൻ്റെ പേരിൽ അവിടെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത്
ഈ ജീവികളുടെ ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടം റോഡിലൊക്കെ വീണ് കിടക്കുന്നത് ധാരാളമായിരുന്നു. കാരണം ഒരുപാട് ഹാജിമാർ, ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന സമയമാണ്. അപ്പൊ മദീനയിൽ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ 2 ഖുഫ ധരിച്ച് നടക്കുകയായിരുന്നു മദീനയിൽ. ഒരു ഖുഫ എന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ സോക്സ് ആണത്, ബൂട്ട് പോലെ കാണുന്നത്. ആ ഖുഫന്റെ മേലെ വേറൊരു ഖുഫ, അങ്ങനെ 2 ഖുഫിട്ട് നടക്കും. അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഖുഫ ഞാൻ ഒഴിവാക്കും, എന്നിട്ട് അതിനുള്ളിലെ ഖുഫ കൊണ്ട് പള്ളിയിലേക്ക് കയറും. അപ്പം 2 ഖുഫ ഞാനിട്ട് നടക്കുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ലാ തഫ്അൽ ഹാദാ ഫഇന്നക ഇമാമുൻ മൻദൂറുൻ ഇലൈഹി. ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് എന്നവരെ, നിങ്ങൾ ഇങ്ങനെ 2 ഖുഫിട്ട് നടന്നാൽ നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അത് ചെയ്യും. ഒരു ഖുഫയല്ലേ വേണ്ടു, അത് കഴുകി വൃത്തിയാക്കിയാൽ പോരെ. നിങ്ങൾ 2 എണ്ണം ഇട്ട് നടക്കരുത് എന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി എന്ന് പറയുന്ന മദീനയിലെ പ്രഗത്ഭനായ ആലിം എന്നോട് പറയുകയുണ്ടായി, ഞാൻ അവിടെ വെച്ച് ഊരിയതാണ് എൻ്റെ 2ാമത്തെ ഖുഫ. ഞാൻ അഴുക്കാണെങ്കിൽ എന്തേ, അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ. 2 എണ്ണം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞ് മഹാനവറുകളോട് അത് അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് അഴിച്ചു വെച്ചു. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ പറയാം. കാരണം എന്തേ, അവർ ഖുദുവത്താണ്, അവർ മാതൃകയാണ്.